ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഗുരുവായൂർക്ക് പോണത്. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് ഗുരുവായൂർക്ക് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഞങ്ങളിങ്ങനെ എന്താ പറയുക 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പോണത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. നിർമ്മാലി മുതൽ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധിക ഇപ്പോൾ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ചേച്ചി റെഡി ആയോന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വൈകുന്നേരമാണ് പോണത്. ഏകദേശം ഒരു 5:30 ഉണ്ടാവും കേട്ടോ സമയം. ഇവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ബസ് കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഗുരുവായൂർ ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വടക്കാഞ്ചേരി ഇറങ്ങിയിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് കേച്ചേരി ബസ് കയറിയിട്ടാണ് കേട്ടോ പോണത് ഇനി. അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് ഈ 2 കുട്ടീസിനെ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ടാറ്റ തരും, അതേപോലെ തന്നെ നമ്മളോട് സംസാരിക്കും, ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി എത്തി കേട്ടോ. വടക്കാഞ്ചേരി എത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മളിനി കേച്ചേരി ബസ്സിലാണ് കേട്ടോ പോണത്. കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് ചുറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ എനിക്ക് എന്തായാലും രാത്രി ഇങ്ങനെ ഞാൻ അമ്പലത്തേക്ക് അധികം പോയിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. എൻ്റെ ധൈര്യം ചേച്ചി കൂടുതലാണ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഗുരുവായൂർ പോയി തൊഴുതിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു ശീലവും ഇല്ല അധികം. അപ്പോൾ ചേച്ചി ഉള്ളതാണ് എൻ്റെ ഏക ഒരു ഗൈഡാണ് ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ഗുരുവായൂരിൻ്റെ മുക്കും മൂലയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം. ഏത് സമയത്ത് വേണമെങ്കിലും പോയിട്ട് വരാനൊക്കെ ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കേച്ചേരിയിൽ നിന്ന് ഗുരുവായൂർ ബസ്സിൽ കയറിയിട്ടോ. അങ്ങനെ കുറച്ച് നേരം വളഞ്ഞ് തിരിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 8:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത്. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എത്തുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. 2 പേർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് നമ്മൾ 2 ചപ്പാത്തിയും അതേമാതിരി തന്നെ വെജിറ്റബിൾ കുറുമക്കറിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് ഇപ്പം തന്നെ പറയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇപ്പം തന്നെ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാർ കമ്മൽ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു കേട്ടോ. ഒരെണ്ണത്തിന് 30 രൂപയാണ് കേട്ടോ ഉള്ളൂ. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് ഒരെണ്ണം എടുത്തു കേട്ടോ. ചേച്ചി 3 എടുത്തായിരുന്നേ. ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തായാലും ഈ ഒരു കമ്മൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ വാങ്ങി തിരിച്ചു പോവാണേ. പിന്നെ കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂം തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇന്ന് ഗുരുവായൂർ ഒരുപാട് കല്യാണങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഡോർമെറ്ററികളും റൂംസും കാര്യങ്ങളും എല്ലാം ബുക്ക്ഡാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞ് ഫ്രഷ് ആവാൻ പോലും ഒരു റൂം അവൈലബിൾ ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമവും സങ്കടവും ഒക്കെ വന്നു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇപ്പം തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നമ്മുടെ റോട്ടിലേക്ക് എത്തിയിരിക്കണു. അപ്പോൾ ഇപ്പോഴേലും നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും നിർമ്മാല്യം തൊഴാനായിട്ട് പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുറേ അലങ്ങി തിരിഞ്ഞ് കിടന്നു. അവസാനം ഞങ്ങളൊരു എന്താ പറയുക റിസപ്ഷനിൻ്റെ, അതായത് ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, റൂം എന്തായാലും കിട്ടാൻ പോണില്ല. അപ്പോൾ നമുക്ക് ഗുരുവായൂർ കുളത്തിൽ കുളിച്ച് മുങ്ങിയിട്ട് അങ്ങനെ നിർമ്മാല്യം തൊഴാൻ വേണ്ടി കയറാം, അല്ലെങ്കിൽ ഇനി എന്തായാലും തൊഴാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഗുരുവായൂർ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് പേര് അവിടെ കുളിക്കണതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാനൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേഗം മുങ്ങി നിവർന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള ബാത്റൂമിൽ പോയിട്ട് ചേച്ചി ഞാനും ഡ്രസ്സൊക്കെ മാറി നേരെ വഴി നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടേക്ക് തന്നെ വന്നു കേട്ടോ. നമ്മൾ നനഞ്ഞ ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കവറിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. പിന്നെ നമ്മൾ തൊഴിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 9:45 വരെ നിന്നിട്ട് പുലർച്ചെ 4 മണിക്കാണ് കേട്ടോ നമ്മൾ ദർശനം കിട്ടിയത്. നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, നന്നായി ക്ഷീണിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അതേപോലെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ. തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം 4:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ക്ഷീണം കാരണം നല്ല ഉറക്കം വന്നു. വേറെ റൂമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഗുരുവായൂർ ഒരു തിണ്ണയുടെ സൈഡിലുള്ള ഒരു തിട്ടിൽ ഒരു കടയുടെ സൈഡിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഏകദേശം ഒരു 7:45 ആയപ്പോഴാണ് നമ്മൾ എണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നന്നായി ഉറങ്ങിയെന്ന് തന്നെ പറയാം. തിണ്ണയിൽ കിടക്കുകയാണെങ്കിലും ഭഗവാന്റെ അടുത്താണെന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ ശരിക്കും ഉറങ്ങിയത്. ഇത് ഫുള്ള് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള വരിയാണ്. ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും തിരക്കാണ്. ഈ നിൽക്കുന്നത് ഫുള്ള് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ സമയം വെറും 11 മണിയായിട്ടുള്ളൂ, എന്നിട്ടാണ് ഇത്ര തിരക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടെ എത്രമാത്രം തിരക്കുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തിണ്ണയിൽ കിടന്ന് ഉറങ്ങി നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ നിന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി എന്നാണ് കേട്ടോ. നാളെ രാവിലെയും കൂടി തൊഴുത് കഴിഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഇവിടെ റൂമും കാര്യങ്ങളും
കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് റിലേറ്റീവ്സിനെ ഗുരുവായൂർ വെച്ച് കണ്ടത് കേട്ടോ. ഇവിടെ ഒരു ഉണ്ണിയുടെ ചോറൂണിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവരുടെ കൂടെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവരേനെ കിട്ടിയിട്ട് പോകാൻ വേണ്ടി. പോകുമ്പോൾ രാവിലെയും കൂടി ഭഗവാനെ തൊഴാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടല്ലേ വന്നത്. അപ്പോഴാണ് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞത്, നിങ്ങളിപ്പോൾ വന്നിട്ട് ഭഗവാനെ കാണാനും അതുമാതിരി തന്നെ ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനും പ്രസാദം കഴിക്കാനും ഒക്കെ പറ്റില്ല, അതന്നെ വലിയ ഭാഗ്യമാണ്, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ചെറിയൊരു സമാധാനമായിട്ടോ, കാണാൻ പറ്റിയില്ലോ എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഞാൻ ക്യാമറ എടുക്കണ കണ്ടപ്പോൾ അച്ചു ഇതുപോലെ മുഖം പൊത്തി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്